ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മളിവിടെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേയധികം ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഗിഫ്റ്റ് അൺബോക്സിങ്ങിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിന്ന് കാണിക്കുന്ന ഏതെങ്കിലും ഗിഫ്റ്റൊക്കെ വേണമെങ്കിൽ കൊടുക്കാമല്ലോ. അതും കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇന്നായിരുന്നു നമ്മൾ ഹൗസ് വാമിംഗ് പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം രാവിലെ തൊട്ട് അതിൻ്റെ കുറേ അധികം തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം എല്ലാവരും പോയി. അപ്പോൾ നമ്മളൊന്ന് ഫ്രീ ആയി. അപ്പോഴാണ് നമ്മൾ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. മീൻസ് ഇന്നത്തെ ഗിഫ്റ്റ് അൺബോക്സിങ്ങിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറേ അധികം ഐഡിയാസൊക്കെ കിട്ടുമായിരിക്കും. നിങ്ങൾ എന്താണ് ഒരു ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നൊക്കെ ഉള്ളത്. ചേച്ചിമ്മ വന്ന് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേഗം പോയിട്ട് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാം കേട്ടോ. ഇന്ന് രാവിലെ മുതലുള്ള വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിപ്പോയി. രാവിലെ എടുക്കണം എന്ന് വിചാരിച്ചാണ് എൻ്റെ മേക്കപ്പ് തൊട്ടുള്ള സംഭവങ്ങൾ എടുക്കണം എന്ന് വിചാരിച്ചാൽ, പക്ഷെ അത് പറ്റിയില്ല കേട്ടോ. കാരണം ഭയങ്കര തിരക്കായി. ഞാൻ എല്ലാ ഫംഗ്ഷനും അങ്ങനെയാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്ന് വിചാരിക്കും, പക്ഷെ തിരക്ക് കാരണം എനിക്കൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാറില്ല. നമ്മൾ പ്ലാൻ ചെയ്തിരുന്നാൽ പോലും പലതും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റാറില്ല. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ നമ്മളുടെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് തന്നെ ഒരു ബുക്കും പെന്നൊക്കെ പിടിച്ചിരുന്നു കേട്ടോ. കാരണം എന്തൊക്കെ ഗിഫ്റ്റാണ് ആരൊക്കെയാണ് തന്നതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞങ്ങളെ നാട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞാലും അതേപോലെ എന്തെങ്കിലും ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞാലും ഒക്കെ ഒരാൾ ഇങ്ങനെ എഴുതാൻ വേണ്ടി മാത്രമായിരിക്കും. കാരണം ആരൊക്കെ എന്തൊക്കെ തന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് എല്ലാ വീട്ടിലും ചെയ്യുന്നതാണ്. എല്ലാ നാട്ടിലും ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളത് എനിക്ക് അത്ര അറിയില്ല. കാരണം അർജുൻ്റെ നാട്ടിലൊന്നും ഇങ്ങനെ ചെയ്യുന്ന ഒരു പതിവില്ല എന്നാണ് അവർ പറയാറുള്ളത്. ഓരോ നാട്ടിൽ ഓരോ ആചാരങ്ങളാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോരോ ബോക്സ് പൊളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അയറു ആദ്യം തന്നെ ഫസ്റ്റത്തെ ഒരു പേപ്പർ കീറി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ് ആരുടെ പേരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ പേരൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റത്തെ ബോക്സ് ഇതാ തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കിട്ടിയിട്ടുള്ള എല്ലാ ഗിഫ്റ്റുകളും ഭയങ്കര അടിപൊളി ഗിഫ്റ്റും അതേപോലെ തന്നെ ഭയങ്കര എസ്തറ്റിക് ലുക്കുള്ള ഗിഫ്റ്റും ആയിരുന്നു കേട്ടോ. ഫസ്റ്റത്തെ ബോക്സ് പൊളിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. ഭയങ്കര ഭംഗിയുള്ളൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. ഒരു തൂക്ക് വിളക്കായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഭംഗി നിങ്ങൾ തന്നെ കണ്ടിട്ടൊന്ന് പറയുക എങ്ങനെയുണ്ടെന്നുള്ളത്. അടിപൊളിയായിട്ടുള്ളൊരു തൂക്ക് വിളക്കായിരുന്നു. ലക്ഷ്മി വിളക്കം എന്നും പറയും തോന്നുന്നു കേട്ടോ അതിന്. ഇത് നമ്മൾക്ക് ഈവനിങ് ഒക്കെ കത്തിച്ച് വെക്കാൻ പറ്റിയ പോലത്തെ ഒരു വിളക്കാണ് കേട്ടോ. തൂക്ക് വിളക്ക് പണ്ടൊക്കെ ഇങ്ങനത്തെ തൂക്ക് വിളക്കായിരുന്നു അച്ഛമ്മേൻ്റെ വീട്ടിലൊക്കെ കത്തിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഇതൊരു ഷോ പീസ് ഐറ്റം വെക്കാൻ വേണ്ടി പറ്റിയ അടിപൊളി ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഗിഫ്റ്റ് ഇതാ അൺബോക്സ് ചെയ്തപ്പോഴത്തേക്കും അതിലുണ്ടായിരുന്ന ഒരു കാസ്ട്രോൾ ആയിരുന്നു കേട്ടോ. ഈ കാസ്ട്രോളൊക്കെ എത്ര ഉണ്ടെങ്കിൽ നമുക്ക് തികയാത്തൊരു ഐറ്റമാണ്. അതുകൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ കാസ്ട്രോളാണ് ഭയങ്കര ട്രെൻഡിങ് എന്നാണ് തോന്നുന്നത്. കാരണം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ 2-3 വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റീലിൻ്റെ കാസ്ട്രോളാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും യൂസ് ചെയ്യരുതെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പം സ്റ്റീലിൻ്റെയിലേക്ക് എല്ലാവരും ഇപ്പം മാറി തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഇവിടെ ഇല്ലാത്തൊരു സാധനമായിരുന്നു ക്ലോക്ക്. ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു ക്ലോക്ക് മാത്രമേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഒരു ക്ലോക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് സെയിം അവരുടെ കളർ തീമിനോട് മാച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ക്ലോക്കായിരുന്നു കേട്ടോ. എങ്ങനെയായിരിക്കും ആൾക്കാർ ഇങ്ങനെ ഭയങ്കര പ്രിസൈസായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം അവരുടെ വീടിൻ്റെ തീമിനോട് ഭയങ്കര യോജിക്കുന്ന പോലത്തെ ഒരു ക്ലോക്കായിരുന്നു കേട്ടോ. എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് അവർക്കത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്ലോക്കായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു പാത്രമായിരുന്നു കേട്ടോ. സ്റ്റീലിൻ്റെ വലിയൊരു പാത്രമായിരുന്നു. ഇതും ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക് കുറേ ആളുകളൊക്കെ വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞങ്ങൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അൺബോക്സ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ രാത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉറക്കക്ഷീണത്തിലാണ് ഞങ്ങളെല്ലാവരും അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അൺബോക്സ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡായിരുന്നു. കാരണം ഞങ്ങൾ പിറ്റേ ദിവസം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നേ എല്ലാ കാര്യങ്ങളും അൺബോക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഐറ്റം ഈ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ. നോൺ സ്റ്റിക്കൊക്കെ എത്ര നമ്മളെ വീട്ടിലുണ്ടെങ്കിലും തികയാത്തൊരു ഐറ്റമാണ്. ഞങ്ങളൊക്കെ നോൺ സ്റ്റിക്ക് ഏകദേശം ഒരു 5-6 വാങ്ങിച്ചിട്ടുണ്ടാകും. കാരണം ഈ നോൺ സ്റ്റിക്ക് പെട്ടെന്ന് കേട് വരും കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതിനും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ പോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് ഒരു വലിയ ബോക്സ് ആയിരുന്നു. അപ്പോഴാണ് നമ്മളെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഈവനിങ് പോയതാണ്. പിന്നെ രാത്രിയായപ്പോൾ അവർ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അവരും കൂടി വന്നോട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പെട്ടി തുറക്കുന്ന കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ.
അങ്ങനെ അവരും കൂടി വന്നപ്പോഴത്തേക്കും ആൾക്കാരായി. ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ കസിൻസ്. അവർ വീട്ടിലൊക്കെ പോയി ഇന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. ഒരു ഹായ് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവരിത് ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ അൺബോക്സിങ്ങിലേക്ക് നമ്മൾ തിരിച്ച് കിടക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു പെട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ വലിയ പെട്ടി ആയതുകൊണ്ട് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായിരുന്നു. എനിക്ക് ജനറലി ഇങ്ങനെ അൺബോക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഞാൻ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്യുന്നത്. ഇതൊരു കുക്കറാണ് കേട്ടോ. വലിയ കുക്കറാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് കുക്കറൊക്കെ എപ്പോഴും നമ്മൾ കിച്ചണിലേക്ക് യൂസ് ചെയ്യുന്ന ഐറ്റം ആണല്ലോ. അപ്പോൾ ഇതൊരു വലിയ കുക്കറായിരുന്നു. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്, പിന്നെ ഇവിടെ സാധനങ്ങൾ നിരത്തി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥല പരിമിതികളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ക്ലിയർ ചെയ്ത് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും വെക്കാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് ഈ ഒരു കപ്പ്, സോസർ, പ്ലേറ്റിൻ്റെ ഒക്കെ ഒരു സെറ്റായിരുന്നു. അതൊക്കെ നമ്മൾ വെറുതെ പുറത്തേക്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ഒരു ബോക്സിൽ തന്നെ വെക്കുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലല്ലോ. ഓൾറെഡി ഇത് കുറേ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു ബോക്സിൽ തന്നെ വെക്കാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ പെപ്പറും സോൾട്ടൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ഐറ്റം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഡൈനിങ് ടേബിളിന് മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മാത്രം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം അതേപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു സെറ്റ് ഓഫ് 6 ആണ് എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് തിരിച്ച് അതേപോലെ തന്നെ ആ ഒരു ബോക്സിലേക്ക് തന്നെ ഇറക്കി സൈഡിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കപ്പായിരുന്നു. വൈറ്റ് കളറിലുള്ള കപ്പായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റത്തെ ഐറ്റം അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അയറും കൂടി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ റൈസ് കുക്കറാണ്. ദുബായിലൊക്കെ ഈ റൈസ് കുക്കർ എല്ലാ വീട്ടിലും കാണുന്ന ഒരു ഐറ്റമാണ്. ഭയങ്കര എളുപ്പമാണല്ലോ. പ്രത്യേകിച്ച് പണിക്കൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര സുഖമുള്ള ഒരു ഐറ്റമാണ്. രാത്രി നമുക്ക് ഫുഡ് ഉണ്ടാക്കി വെക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ഒരു ഐറ്റം. അങ്ങനെ ഞാനിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ ഈ ഐറ്റം അങ്ങനെ പണ്ടൊന്നും കാണാറുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ ഒരു ഐറ്റം ഭയങ്കര ട്രെൻഡിങ് ആയി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊക്കെ ഈ ഐറ്റം ഇപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഗിഫ്റ്റായിട്ട്. പിന്നെ ഇതിൽ വരുന്നത് ഈ റൈസ് കുക്കർ മാത്രമല്ല കേട്ടോ. ഇതിൻ്റെ കൂടെ ഇഡ്ഡലി തട്ടും കൂടി വരുന്നുണ്ട്. ഇഡ്ഡലിയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടി ഇഡ്ഡലി വെക്കാനുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു സ്റ്റീമർ പോലത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചൂടാക്കണമെങ്കിലൊക്കെ ഉള്ള സ്റ്റീമറും കൂടി അതിൻ്റെ കൂടെ വരുന്നുണ്ടായിരുന്നു. ഇതൊരു എനിക്ക് തോന്നുന്നൊരു പാക്കേജായിട്ട് കിട്ടുന്ന സംഭവമാണ്. ഒരു സെറ്റായിട്ട് കിട്ടുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമായിരുന്നു. എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ്സ് ആണ്. ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് പ്ലേറ്റ്സ് ആണ്. എനിക്ക് തോന്നുന്നു പ്ലേറ്റ് ഓഫ് 6 ആണ് സെറ്റ് ഓഫ് 6 ആണെന്ന് തോന്നുന്നു ആ പ്ലേറ്റ്സ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇതേപോലെ കപ്പും സോസറും ആയിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് അങ്ങനെ തന്നെ എടുത്ത് വെച്ചു. പിന്നെ ഈ ഒരു പാനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, നോൺ സ്റ്റിക്ക് പാൻ. അതിൻ്റെ കൂടെ അങ്ങനത്തെ ഒരു വുഡിൻ്റെ തവിയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു സെറ്റിലുണ്ടായിരുന്നത്. നോൺ സ്റ്റിക്കൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഐറ്റം പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ലിഡ് ഉണ്ടായിരുന്നു കേട്ടോ. ലിഡ് എന്ന് വെച്ചാൽ നമ്മുടെ മൂടിയും കൂടി അതിൻ്റെ കൂടെ വരുന്നുണ്ടായിരുന്നു. നെക്സ്റ്റത്തെ ഐറ്റം വന്നിട്ട് ഒരു കാസ്ട്രോൾ ആയിരുന്നു കേട്ടോ. കാസ്ട്രോൾ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കാസ്ട്രോൾ, ഒരു പ്രത്യേക ഷേപ്പും കളറൊക്കെ ഉള്ളൊരു കാസ്ട്രോൾ. ഇതെനിക്ക് തോന്നുന്നു സെറാമിക് കാസ്ട്രോളാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല വെയിറ്റുള്ള കാസ്ട്രോളായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ശരിക്കും ഒരു ഫങ്ഷനൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ പോലത്തെ ഒരു കാസ്ട്രോളായിരുന്നു കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റാണ് കേട്ടോ. പണ്ടൊക്കെ സ്ഥിരമായിട്ട് എല്ലാവരും കൊടുക്കുന്നൊരു ഐറ്റമായിരുന്നു ബെഡ്ഷീറ്റ്. ഈ ഹൗസ് വാമിംഗ് ഒക്കെ പ്രത്യേകിച്ചും കൊടുക്കുന്നൊരു മെയിൻ ഐറ്റമായിരുന്നു ബെഡ്ഷീറ്റ്. അങ്ങനെ ഒരു ബെഡ്ഷീറ്റും കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 പാനിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2 നോൺ സ്റ്റിക്ക് പാനാണ്. 2 ഡിഫറെൻറ്റ് സൈസിലുള്ള പാനുകളായിരുന്നു കേട്ടോ. ഒന്ന് വന്നിട്ട് നമ്മളെ ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെയും ഒന്ന് നമുക്ക് ഫ്രൈ ഒക്കെ ചെയ്യാൻ പറ്റിയ പോലത്തെയും പാനായിരുന്നു. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഈ ഒരു സൂപ്പ് ബൗളായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പാക്കേജിങ് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള പാക്കേജിങ് ആയിട്ട് എനിക്ക് തോന്നി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതൊന്നും നമ്മളങ്ങനെ പൊട്ടിച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നെക്സ്റ്റ് വന്നിട്ടൊരു വാൾ ഫ്രെയിം ആണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വാൾ ഫ്രെയിം ആണ്. ഇങ്ങനത്തെ പെട്ടികൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു വാൾ ഫ്രെയിമോ വാൾ ഹാങ്ങിങ്ങോ ഒക്കെ ആണെന്നുള്ളത്. ഇത് വന്നിട്ട് കൃഷ്ണൻ്റെയും രാധേൻ്റെയും ഒരു വാൾ ഫ്രെയിം. അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഇതും സെയിം കളർ തീമിനുള്ളൊരു വാൾ ഫ്രെയിം ആണ് കേട്ടോ. നെക്സ്റ്റത്തെ ഈ ഒരു ബുദ്ധൻ്റെ വാൾ ഫ്രെയിമാണ്. ഇത് വന്നിട്ടൊരു ബ്ലാക്ക് കളറാണ്. അതിൽ ഗോൾഡൻ ബീഡ്സ് ഒക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം
വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ തീരുമാനിക്കായിരുന്നു എവിടെ വെക്കണം എന്നൊക്കെ ഉള്ളത്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഭയങ്കര ക്വാളിറ്റിയിലുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ബുദ്ധനെ വീട്ടിൽ വെക്കുന്നത് ഭയങ്കര ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തും നമ്മൾ ബുദ്ധനെ വെച്ച് കാണാറുണ്ട്. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഗോൾഡൻ ആൻഡ് ബ്ലാക്ക് ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ് കേട്ടോ, നല്ല രസമുള്ളൊരു ഗ്ലേസിങ് അല്ല, ഒരു മാറ്റ് ഫിനിഷിലാണ് ഇത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വലിയൊരു പാത്രമാണ് കേട്ടോ. ഇത് വന്നിട്ട് സ്റ്റീലിൻ്റെ ഒരു പാത്രം, അതിനൊരു മൂടിയൊക്കെ ഉണ്ട് കേട്ടോ, വലിയൊരു പാത്രമാണ്. നെക്സ്റ്റത്തെ ഐറ്റം വന്നിട്ട് ഈ ഒരു ഉരുളിയാണ് കേട്ടോ. ഉരുളിയും സ്റ്റീലിൻ്റെ ഉരുളിയാണ്, കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു. നെക്സ്റ്റത്തെ കുറച്ച് ബൗളുകളായിരുന്നു കേട്ടോ, അതൊന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് അങ്ങനെ തന്നെ വെക്കുകയായിരുന്നു കേട്ടോ. ബൗളൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട്, അപ്പം വീണ്ടും ആവശ്യമില്ലാണ്ട് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ ഒരു അലൂമിനിയം ഉരുളിയാണ്, പക്ഷെ ഇതിന് ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അലൂമിനിയത്തിന് സാധാരണ വെയിറ്റ് ഉണ്ടാവാറില്ല. ഇനി സിൽവർ കോട്ടിങ് ചെയ്ത ഉരുളിയാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ഇത് ക്യൂട്ടായിട്ടുള്ള ഒരു കപ്പായിരുന്നു. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് സെയിം ഒരു കാസ്ട്രോളായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ചെറിയ സൈസായിരുന്നു അത്. അപ്പം ഡിഫറെൻറ്റ് സൈസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാസ്ട്രോളൊക്കെ സെയിം നമ്മളുടെ സ്റ്റീലിൻ്റെ തന്നെയാണ്, പക്ഷേ ഡിഫറെൻറ്റ് സൈസിലുള്ള കാസ്ട്രോളായിരുന്നു കേട്ടോ. വീണ്ടും ഒരു കാസ്ട്രോൾ തന്നെയാണ് കേട്ടോ. അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാസ്ട്രോളാണെന്ന് മാത്രം, ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളൊരു കാസ്ട്രോളാണ്. കാസ്ട്രോളുകളുടെ ഒരു ഏറും കളിയായിരുന്നു, അത്രയും കാസ്ട്രോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഒരു കാസ്ട്രോളാണ്, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്, സെയിം ആയിട്ടുള്ള കാസ്ട്രോളൊന്നും അല്ല കേട്ടോ. എല്ലാം ഓരോ പാറ്റേണിലുള്ള കാസ്ട്രോളാണ്. വീണ്ടും ഒരു വലിയൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇത് എന്തായാലും വാൾ ഫ്രെയിം ആയിരിക്കും ഞങ്ങൾ ഓൾറെഡി ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിറ്റേന്ന് രാവിലെ ഷൂട്ട് ചെയ്യുന്നതാണ്. അതാണ് ഈ ഉറക്കത്തിൽ നിന്ന് നീറ്റ് വന്നപ്പോൾ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. ഇതാണ് നമ്മളുടെ വാൾ ഫ്രെയിം വന്നിട്ട്. ഇത് വന്നിട്ട് ഗണപതീൻ്റെ ഒരു വാൾ ഫ്രെയിമാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല സെയിം കളറാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാ വാൾ ഫ്രെയിംസും ഏകദേശം ഒരേ കളറിൽ തന്നെ അവരുടെ കളർ തീമിനോട് വളരെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വാൾ ഫ്രെയിംസുകളൊക്കെ ആയിരുന്നു കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ സിമിലർ ആയിട്ടുള്ള കുറേ വാൾ ഫ്രെയിംസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഐറ്റം ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ. ഇതിന് മൂടിയൊക്കെ ഉള്ള പോലത്തെ ഒരു പാത്രം, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്, നമ്മൾ ഡെയിലി യൂസിന് വീട്ടിലെപ്പോഴും യൂസ് ചെയ്യുന്നതാണല്ലോ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ കുറേ പാത്രങ്ങൾ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പോലത്തെ പാത്രങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റത്തെ ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു വാൾ ഫ്രെയിമാണ്, അതും ബുദ്ധൻ്റെ വാൾ ഫ്രെയിമാണ്. ഇതും സെയിം ഒരു ബ്ലാക്കും ഗോൾഡനും കളർ തീമിൽ വന്നിട്ടുള്ള ഒരു വാൾ ഫ്രെയിമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ നേരത്തെ ബുദ്ധനായിട്ട് ഇത് വളരെ സിമിലർ ആയിട്ടിരിക്കുന്ന ഒരു വാൾ ഫ്രെയിമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെ വെക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റ് അൺബോക്സിങ് വീഡിയോ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ രാത്രി തുടങ്ങിയതാണ്, പക്ഷെ തീർന്നത് ഇന്ന് രാവിലെയാണ്. കാരണം ഇന്നലെ രാത്രി ഒരുപാട് നേരം വൈകി പോയിട്ടുണ്ടായിരുന്നു, 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു നമ്മൾ അൺബോക്സിങ്. ഇന്ന് രാവിലെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തത്, ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കണ്ടിന്യൂ ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ പെട്ടെന്ന് തന്നെ നമ്മൾ അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി എല്ലാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് അകത്തേക്കൊക്കെ വന്ന് നോക്കുമ്പോഴാണ് കണ്ടത് ഇനിയും ഒരുപാട് അത്ര തന്നെ പാക്കറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ റൂമിൽ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കാരണം ഓരോരുത്തരായിരിക്കുമല്ലോ റൂമിൽ കൊണ്ടുവയ്ക്കുന്നത്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ബോക്സസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു രാത്രി ഒരുപാട് നേരം വൈകി, എല്ലാവർക്കും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം ഇന്നലെ രാത്രി നിർത്തിയിട്ട് ഇന്ന് രാവിലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, നമുക്കെല്ലാം പാക്കറ്റ്സൊക്കെ പൊളിക്കാം. അതാകുമ്പോൾ സമാധാനത്തിലിരുന്ന് പൊളിക്കാമല്ലോ. ഇന്നലെ രാത്രി ഭയങ്കര വെപ്രാളത്തിലായിരുന്നു ഞങ്ങളെല്ലാം അൺബോക്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ ആയപ്പോൾ നമ്മൾ കുറച്ച് നമ്മളെ വാൾ ഡെക്കോഴ്സൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇന്നലെ അൺബോക്സ് ചെയ്ത കുറേ അധികം വാൾ ഡെക്കോഴ്സൊക്കെ നമ്മൾ ഇവിടെ ഹാളിലൊക്കെ ആയിട്ട് തൂക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇന്ന് രാവിലെ നമ്മളെല്ലാം അൺബോക്സ് ചെയ്ത് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് പാത്രങ്ങളാണ് കേട്ടോ. എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള പാത്രങ്ങളായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള കുറേ അധികം കാസ്ട്രോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ വാൾ ഡെക്കോഴ്സ് കിട്ടിയിട്ടോ. വാൾ ഡെക്കോഴ്സൊക്കെ ഭയങ്കര രസമുള്ള വാൾ ഡെക്കോഴ്സ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ബുദ്ധൻ്റെയൊക്കെ വാൾ ഡെക്കോറൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര രസമല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എസ്തറ്റിക് ലുക്കുള്ള കുറേ അധികം വാൾ ഡെക്കോഴ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോൾ വന്നു, അതായത് ഞാൻ വേഗം വീഡിയോ കട്ട് ചെയ്തിട്ട് പോയത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയായിരുന്നു നമ്മൾ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.